ഇപ്പോൾ വീട് പണിയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യണോ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യണോ എന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്, സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്റീരിയറും സീലിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് സിമെന്റ് പ്ലാസ്റ്ററിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് നല്ല രീതിയിൽ ഡിഫറൻസ് വരും. അതുപോലെ തന്നെ വർക്കിൻ്റെ ടൈമും നല്ല ഡിഫറൻസ് വരും. അതായത് സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പുട്ടിയിട്ട് ചെയ്യണം. അപ്പോൾ സിമെന്റിൻ്റെ ചിലവ്, അതിൻ്റെ ലേബർ, പിന്നെ പുട്ടിയിടാനുള്ള ചിലവ്, അതിൻ്റെ ലേബറൊക്കെ വരും. അത്യാവശ്യം ലേബറും വരും, ടൈമും അത്രയും എടുക്കും. എന്നാൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. പെട്ടെന്ന് ആ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ആ ഒരു തേപ്പിനേക്കാൾ സ്പീഡിൽ ആ ജിപ്സം പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരു ജസ്റ്റ് ഒരു ഫിനിഷിങ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൈമർ ഇട്ട് നമുക്ക് പെയിന്റ് അടിക്കേണ്ട, എമൽഷൻ അടിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ടൈമും കുറേ എമൗണ്ടൊക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉള്ളതിനൊപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ കിട്ടുന്ന ആൾക്കാർ, നമ്മൾ ചെയ്യുന്ന വർക്കും സർവീസൊക്കെ നല്ല അടിപൊളിയാണെങ്കിൽ മാത്രമേ ജിപ്സത്തിന് അത്രയും ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയ വർക്കേഴ്സും സർവീസൊക്കെ വളരെ മോശമായതുകൊണ്ട് അത്ര ഒരു നല്ലതാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഫിനിഷിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുട്ടിയിട്ട് പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ നല്ലൊരു ഫിനിഷിംഗ് കിട്ടും. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ AC ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂളിംഗ് അതിൽ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ അകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ നമ്മുടെ ഹോം എക്സ്പീരിയൻസിൻ്റെ 4th എപ്പിസോഡ് നമ്മുടെ സൈക്ലോ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ നിർത്താറുണ്ടെങ്കിൽ ആ വീഡിയോ സീരീസിൽ നമ്മൾ എല്ലാത്തിൻ്റെ റേറ്റ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സൈക്ലോ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ പോയിട്ട് വീഡിയോ കാണാം. അപ്പോൾ ആരെങ്കിലും കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്ത് കിട്ടാം.